will stand, we will speak, we will fight. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ വിധി പ്രഖ്യാപനത്തിനു പിറകെ പാർവതി തിരുവോത്ത് പങ്കുവച്ച പോസ്റ്റിൽ തെളിഞ്ഞ വാക്കുകളാണ്. എങ്ങനെയാണ് ഞാനിനി എന്റെ മകളോടോ മറ്റൊരു പെൺകുട്ടിയോടോ പരാതി നൽകൂ എന്ന് പറയുക? നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ബാധിക്കപ്പെടുന്നവർ അവഹേളിക്കപ്പെടുമ്പോൾ, ട്രോമയിൽ ജീവിതം തുടരാൻ സിസ്റ്റം തന്നെ അവരോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരോട് പൊരുതാൻ ആവശ്യപ്പെടുക? പക്ഷേ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. അവൾക്ക് വേണ്ടി, ഓരോ അതിജീവിതയ്ക്കും വേണ്ടി, നീതിക്കായി കാത്തിരിക്കുന്ന ഓരോ സ്ത്രീക്കും വേണ്ടി. വി വിൽ സ്റ്റാൻഡ്, വി വിൽ സ്പീക്ക്, വി വിൽ ഫൈറ്റ്. അവൾക്കൊപ്പം എന്ന പോസ്റ്റർ വീണ്ടും തെളിയുകയാണ്. കൊട്ടേഷൻ സംഘത്തിനാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട നടിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ WCC ചേർത്ത് പിടിക്കുന്നത് ഈ നാട്ടിലെ ഓരോ അതിജീവിതമാരെയുമാണ്. അവൾക്കൊപ്പം എന്ന പോസ്റ്റർ പങ്കുവച്ചാണ് നടി റീമ കല്ലിങ്ങൽ, രമ്യ നമ്പീശൻ എന്നിവർ ഉൾപ്പെടെയുള്ള WCC പ്രവർത്തകർ വിധിയിലെ അനീതി സൂചിപ്പിച്ചത്. വാട്ട് ജസ്റ്റിസ് എന്ന ചോദ്യമാണ് പാർവതി തിരുവോത്തിൽ നിന്നും ഉണ്ടായത്. സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത തിരക്കഥ ക്രൂരമായി വെളിപ്പെടുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് നേരത്തെ എഴുതിവെച്ച വിധിയാണെന്നും അനുകൂലമായി ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. ഇത്രയധികം തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വിധി പറയുമോ എന്ന സംശയം തോന്നിയിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് സജിത മുഴുവൻ സ്ത്രീ സമൂഹത്തോടും പറഞ്ഞത് നമ്മൾ തളർന്നു പോകരുത് എന്നാണ്. ഒരു സെക്ഷൽ അസോൾട്ട് കേസിൽ ശരിയുടെ പക്ഷം ഒന്നേയുള്ളൂ. നിങ്ങൾ ഒന്നുകിൽ അതിജീവിതയുടെ പക്ഷത്താണ്, അല്ലെങ്കിൽ തെറ്റിന്റെ പക്ഷത്ത് എന്ന മാധ്യമ പ്രവർത്തകൻ കോര അബ്രഹാമിന്റെ പ്രതികരണത്തോട് ചേർന്ന് നിന്നുകൊണ്ടും നിരവധി സിനിമാ പ്രവർത്തകർ പ്രതികരണം രേഖപ്പെടുത്തി. നടി പാർവതി തിരുവോത്തിന്റെയും രമ്യ നമ്പീശന്റെയും പ്രൊഫൈലിൽ തെളിഞ്ഞ പോസ്റ്റർ കേരള സമൂഹത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടെയുണ്ട്. വിക്ടിമിൽ നിന്നും അതിജീവിതയിലേക്കുള്ള ഒരു നായികയുടെ യാത്ര. കേരള സ്ത്രീ ചരിത്രത്തെ 2017 ഫെബ്രുവരിക്ക് മുൻപും ശേഷവും എന്ന് വേർതിരിച്ചെടുത്ത ആർജവം, കടന്നുപോയ ട്രോമയെ കേരളത്തിലെ ഓരോ സ്ത്രീക്കും ഉയർത്തെഴുന്നേൽക്കാൻ, കലഹിക്കാൻ, പോരാടാനുള്ള ഊർജമായി മാറ്റിയ കരുത്ത്, അതിനൊപ്പം നിൽക്കുകയാണ് മലയാള സിനിമയിൽ മാറ്റം ദാഹിച്ച ഒരു കൂട്ടം സ്ത്രീകൾ. Each time a woman stand up for herself without knowing it possibly, without claiming it, she stands up for all women. ഒരു സ്ത്രീ തനിക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴെല്ലാം അവർ ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി കൂടിയാണ് നിലയുറപ്പിക്കുന്നതെന്ന മായ ആഞ്ചലോയുടെ വാക്കുകളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ അതിജീവിതയും അവൾക്കൊപ്പം നിൽക്കുന്ന സ്ത്രീ ശക്തിയും.